ഹായ് മിസ്റ്റർ മലയാളി ടിക്ടോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ടാറ്റ ടിയാഗോ XT വേരിയന്റ് ആണ് ഇതിലേക്ക് ഒരു ട്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യാമാണ്. ഒരു ട്യൂട്ടർ അല്ല, 2 ട്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യാമാണ്. ഞാൻ ഇതിക്ക് മുന്നേ ഈ കാറിൽ ഇത് XT വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ട്യൂട്ടറുകൾ അവൈലബിൾ അല്ല. അപ്പൊ ഞാൻ 2 ട്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ആകെ 4 സ്പീക്കറും സിസ്റ്റവും ഹാർമന്റെ സിസ്റ്റവും കൂടിയാണ് നമുക്ക് കിട്ടുന്നത് വണ്ടി വാങ്ങുമ്പോൾ. അപ്പൊ അതിലേക്ക് ഞാൻ 2 ട്യൂട്ടർ ഫിറ്റ് ചെയ്തു. ബാക്ക് സൈഡിലാണ്, ഡോറിലാണ് ഫിറ്റ് ചെയ്തത്. അതിന്റെ വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നീട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് മിക്കവാറും ശബ്ദം പുറകിലിരിക്കുന്ന അത്രയും സുഖം ഫ്രണ്ടിൽ കേൾക്കാൻ രസമില്ലാന്ന്. കാരണം എന്താ വെച്ചാൽ ബാക്കിലാണല്ലോ നമ്മൾ അഡീഷണൽ ട്യൂട്ടർ ഫിറ്റ് ചെയ്തത്. അപ്പോൾ അതിന്റെ ഒരു നല്ല രസമുള്ള ശബ്ദം പുറകിലാണ് കിട്ടിയിരുന്നത്. ഫ്രണ്ടിലേക്ക് നമുക്ക് വന്നിരിക്കുമ്പോൾ അത്രയും കിട്ടുന്നില്ല. ബാക്കിൽ ഇരുന്നപ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലായത്. അപ്പൊ ഞാൻ വിചാരിച്ചു 2 ട്യൂട്ടറും കൂടി ഫ്രണ്ടിലും കൂടി ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 2 ട്യൂട്ടർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ബോഡ്മോ ആപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പൊ ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, സ്ക്രീൻ റെക്കോർഡ് കാണിക്കാം. ഇതൊരു പരസ്യമൊന്നുമല്ല, ഇതിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇത് ബോഡ്മോ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ടിയാഗോ ട്യൂട്ടേഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ഇതിൽ സ്പീക്കറിന് സെലക്ട് ചെയ്യാം. സ്പീക്കർ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇയർ കൊടുക്കുക. പുതിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഫുൾ ഓപ്ഷൻ കൊടുക്കണം, എന്നാലാണ് ട്യൂട്ടർ കാണിക്കുള്ളൂ. മിഡ് വേരിയന്റിൽ ട്യൂട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അതിൽ കാണിക്കില്ല. പിന്നെ നമുക്ക് ട്യൂട്ടർ കാണാം. ഈ ട്യൂട്ടർ സെലക്ട് ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. ഓരോ സമയത്ത് ഓരോ പ്രൈസാണ് കാണിക്കാറ്. അപ്പൊ ഇത് സാധാരണ ഓൺലൈനിൽ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇനി നമുക്ക് ഫിറ്റിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ അതിന് മുന്നേ ഞാൻ ഇപ്പോൾ ഉള്ള സൗണ്ട് എങ്ങനെയാണെന്നൊന്ന് കേൾപ്പിക്കാം. അപ്പൊ ഇങ്ങനെ ഓഡിയോ കാണിച്ചു തന്നിട്ട് കാര്യമില്ല, കാരണം അതിന്റെ വ്യത്യാസം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ട്യൂട്ടർ ഫിറ്റ് ചെയ്തതിനു ശേഷം ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ രണ്ടും കൂടി മാറി മാറി പ്ലേ ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഫിറ്റിംഗ് വീഡിയോയിലേക്ക് പോവാം. ഓക്കേ, യെസ്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ട്യൂട്ടർ. ടാറ്റയുടെ പേരോട് കൂടിയിട്ടുള്ള ട്യൂട്ടറാണ്, ഒറിജിനലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സൂട്ട് ആവും. നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കണം. ഇത് എ പില്ലറിന്റെ പാഡ് അയച്ചെടുത്തിട്ടുള്ളതാണ്. ഇവിടെ സ്ക്രൂ ചെയ്ത് വെച്ചതിന് ശേഷം ഇത് എ പില്ലർ ഇവിടെ പിടിപ്പിക്കണം. അപ്പോൾ അതിക്ക് മുന്നേ നമ്മൾ വയർ സോൾഡർ ചെയ്യുന്നുണ്ട്. വയർ സോൾഡർ ചെയ്തെടുത്തിട്ടാണ് വെക്കുന്നത്. ഇതിങ്ങനെ അടിയിലൂടെ എടുത്ത് ഡാഷ്ബോർഡിന്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് ഈ ഡോറിലേക്കുള്ള കണക്ഷൻസിന്റെ കൂട്ടത്തിൽ കൂടി വിട്ട് നമ്മൾ ഈ സ്പീക്കറിൽ പിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ സോക്കറ്റ് ഞാൻ ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ എങ്ങൊന്നും കിട്ടിയില്ല. സോ അത് സോൾഡർ ചെയ്താണ് വെച്ചിട്ടുള്ളത്. ട്യൂട്ടർ എ പില്ലറിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് അത് ഫിറ്റ് ചെയ്തു. അതിൽ വേറെ പരിപാടികളൊന്നുമില്ല. ഇനി കേബിൾ എടുത്ത് താഴെ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി. ഈ റബ്ബറിന്റെ ഓസിലൂടെ തന്നെ നമ്മൾ കേബിൾ എടുത്തു. അപ്പോൾ പിന്നെ ഡോർ അടക്കുമ്പോഴൊന്നും ഇതിന് അധികം പ്രശ്നങ്ങളൊന്നും പറ്റില്ല, സേഫ് ആയിട്ടിരുന്നോളും. ഇനി നമ്മുടെ ഡോർ പാഡ് അയച്ചിട്ട് അതിൽ സ്പീക്കറിന്റെ ഉള്ളിൽ ഇത് കണക്ട് ചെയ്യാണ് വേണ്ടത്. സ്പീക്കർ ആദ്യം അയച്ചെടുക്കണം. നമ്മുടെ ടാറ്റയുടെ ഒറിജിനൽ സ്പീക്കർ കണ്ടോ, ഹാർമൻ ഇന്ത്യ ലിമിറ്റഡ് 30 വാട്ടിന്റെ സ്പീക്കറാണ്. നമ്മൾ മേടിച്ചിട്ടുള്ള ട്യൂട്ടർ 20 വാട്ട്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കണക്ഷൻ എടുക്കുകയാണ്. ഇവിടെ നമ്മൾ വയർ കട്ടൊന്നും ചെയ്യുന്നില്ല. ഈ സോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ട്യൂട്ടറിൻ്റെ കേബിള് അങ്ങോട്ട് കയറ്റി വെച്ച് അത് അടച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ വയർ കട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വാറണ്ടി ഇഷ്യൂസ് ഒന്നും തന്നെ വരില്ല. ഇനി നമ്മുടെ സ്പീക്കർ പഴയപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഡോർ പാഡ് കൊണ്ട് ഫിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിലെ ട്യൂട്ടറിൻ്റെ ഫിറ്റിംഗ് പരിപാടി കഴിഞ്ഞു. ഇതുപോലെ തന്നെ സെയിം നമുക്ക് ലെഫ്റ്റ് സൈഡിലും കൂടി ചെയ്യണം. ലെഫ്റ്റ് സൈഡിലെ പാഡ് അയച്ച് സ്പീക്കർ മാറ്റി അതിലേക്ക് ഇപ്പോൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണക്ട് ചെയ്ത് അത് അടച്ചു വെച്ചാൽ നമ്മുടെ 2 ട്യൂട്ടറിൻ്റെ ഫിറ്റിംഗ് പരിപാടിയും കഴിഞ്ഞു. യെസ്, അപ്പോൾ നമ്മുടെ ട്യൂട്ടറിൻ്റെ ഫിറ്റിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. അപ്പോൾ നമുക്ക് എൻജോയ് എൻജാമി എന്നുള്ള സോങ്ങാണ് ഞാൻ അതിൽ പ്ലേ ചെയ്ത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി മറ്റൊരു സോങ് കൂടി കേൾപ്പിച്ചിരുന്നു. അപ്പോൾ ആ സോങ് കൂടി ഒന്ന് കേൾക്കാം. I'm feeling better, there's no doubt about it.
യെസ്, ഇപ്പോൾ ഹൈ ഫ്രീക്വൻസി ശബ്ദം നല്ല രസമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വലിയ ചിലവൊന്നും ആയിട്ടില്ല. എനിക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഷോപ്പിൽ ചിലവായത് ആകെ 280 രൂപയാണ്. അപ്പോൾ 4 കൂടി ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും പൈസ ആവുള്ളൂ. ഞാൻ 2 തവണയായിട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ട്യൂട്ടർ നിങ്ങൾക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാം. അപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് കിട്ടും. ഒരെണ്ണത്തിന് 450 രൂപയോളം പ്രൈസ് ഉണ്ട്. അത് ചിലപ്പോൾ വേരിയേഷൻ ഇടയ്ക്ക് ഓഫർ വന്ന് കുറയാറൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കി ഒന്ന് വാങ്ങിച്ചാൽ മതി. അങ്ങനെ 4 കൂടി മേടിച്ചിട്ട് ഫിറ്റ് ചെയ്യുക. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ, വയർ കട്ടൊന്നും ഇല്ലാതെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ല ശബ്ദം ആസ്വദിക്കാൻ പറ്റും. യെസ്, അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.